ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതാ ഒരു ക്രിസ്മസിൻ്റെ രാവുകൾ കൂടി നമ്മെ എതിരേൽക്കുവാൻ പോകുകയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷത്തിൻ്റെ, വലിയ ആഹ്ലാദത്തിൻ്റെ ദിനമാണ്. കാരണം സമ്മാനങ്ങൾ നൽകിയും മറ്റുള്ളവരെ ആദരിച്ചും മറ്റുള്ളവരെ സ്നേഹിച്ചും കൊണ്ടുപോകുന്ന ഒരു ദിനമായിട്ടാണ് ക്രിസ്മസിനെ നമ്മൾ ക്രമീകരിക്കപ്പെടുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ഓർമ്മ ദിനമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളായിട്ട് ലോകം എമ്പാടുമുള്ള ജനങ്ങൾ ആഘോഷിക്കപ്പെടുന്നത്. യേശു യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്ന് ജനിക്കുമ്പോൾ അത് ഒരു വർഗത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനു വേണ്ടിയിട്ടോ അല്ല, ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത്. മണിമാളികകൾ ഉണ്ടായിട്ടും കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിലൊന്നും പിറക്കാതെ കേവലം ഒരു കാലിക്കൂട് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ലോകത്തിലെ സകലരെയും ഉൾക്കൊള്ളുവാൻ, സകലർക്ക് സമാധാനം നൽകുവാൻ, സകലർക്കും സ്നേഹം നൽകുവാൻ, സകലരെയും ചേർത്ത് നിർത്തുവാനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നത്. ആ പിറന്നതിൻ്റെ സന്തോഷമാണ് ഈ ദിനങ്ങൾ പുൽക്കൂടുകൾ ഒരുക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും മറ്റ് സമ്മാനങ്ങൾ നൽകിയും യേശുവിൻ്റെ ജനനം നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു പുൽക്കൂട്ടിലല്ല യേശു ജനിക്കേണ്ടത്. യേശു ജനിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ്. ഹൃദയങ്ങളിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ ക്രിസ്മസ് അർത്ഥപൂർണമായി തീരുകയുള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ സന്ദേശം അത് നന്മയിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പുൽക്കൂടുകളെക്കാൾ ഉപരി എല്ലാം ഒരുക്കുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന കവാടം കർത്താവിനായിട്ട് തുറക്കപ്പെടണം. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ ഞാൻ അവരോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. നമുക്കായി സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മുടെ ഭാരങ്ങളിൽ ഇറങ്ങി വന്ന് നമ്മളോടൊപ്പമായിരിക്കുന്ന ആ യേശു ക്രിസ്തുവിൻ്റെ ജനനം എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന മേഖലകളിലും ധാരാളം സന്തോഷങ്ങളിലൂടെ ഈ വർഷത്തെ ക്രിസ്മസ് മുൻപോട്ട് പോകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വെൽ ന്യൂസ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.